ഹലോ നമസ്കാരം. നിസ്റ്റോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് കേരള ട്രഷറി കോഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അത് 2016 ജൂലൈ ആൽഫ കോഡ് ബിയിലെ 41 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്ക് ബുക്ക് വെച്ച് പരീക്ഷകളിൽ ബുക്ക് വെച്ച് എഴുതാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇന്ന് മുതൽ ക്വസ്റ്റ്യനുകളുടെ കൂടെ ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ റൂൾസ് പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് ആയതിനാൽ നിങ്ങൾ ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. 2016 ജനുവരിയിലാണെങ്കിൽ 2016 എ എന്നും ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നതെങ്കിൽ 2016 ബി എന്നും നിങ്ങൾ റൂൾസിന് നേരെ പ്രത്യേകം മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്ന കാര്യം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി അത് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ മായ്ച്ചു കളയേണ്ടതുമാണെന്ന് പറയുന്നു. ഏതായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 41. ദ സബ് വൗച്ചർ ഓഫ് കണ്ടിജൻറ്റ് ബിൽ ഷാൾ ബി കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി ഫോർ ഹൗ മെനി ഇയേഴ്സ്? കണ്ടിജൻറ്റ് ബില്ലുകളുടെ സബ് വൗച്ചറുകൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കാലയളവ് എത്രയാണ്? ആൻസർ 3 years, അഥവാ 3 വർഷമാണ് കണ്ടിജൻറ്റ് ബില്ലുകളുടെ സബ് വൗച്ചറുകൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത്. 42 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഡബിൾ ലോക്ക് ഓഫീസർ? താഴെ പറയുന്നവരിൽ ആരാണ് ഡബിൾ ലോക്ക് ഓഫീസർ എന്നാണ്? ആൻസർ ചീഫ് ട്രഷറർ. ചീഫ് ട്രഷറാണ് ഡബിൾ ലോക്ക് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിൽ അക്കൗണ്ടൻറ്റ്, കാഷ്യർ ഇവരാരുമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ. ആൻസർ ചീഫ് ട്രഷററാണ് ആൻസർ. Question number 44. The bill form for claiming payment to non-government institution for claiming scholarship is? സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ സ്കോളർഷിപ്പ് ആവശ്യപ്പെടുന്നതിനുള്ള ബിൽ ഫോറം ഏതാണ്? ആൻസർ എന്താണ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് 106, 104, TR 114 ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ. ശരിയായ ഉത്തരം TR 105 105 ആണ്. Question number 45. Which of the following item is exempted from budgetary control? ബഡ്ജറ്റ് മൂലമുള്ള നിയന്ത്രണത്തിൽ നിന്നും താഴെ പറയുന്ന ഏതിനമാണ് ഒഴിവാക്കിയിട്ടുള്ളത്? ആൻസർ DA അരിയർ ആണ്. ബഡ്ജറ്റ് മൂലമുള്ള നിയന്ത്രണത്തിൽ നിന്നും ഈ താഴെ പറയുന്നവയിൽ ഒഴിവാക്കിയിട്ടുള്ളത് കൊടുത്തിരിക്കുന്നത് B യാത്രാഭത്ത, C മെഡിക്കൽ ആനുകൂല്യം, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, D ടെലിഫോൺ ചാർജ് എന്നിവയൊക്കെയാണ്. ആൻസർ DA അരിയറാണ്. റൂൾ 444 ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്, അത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 46. ദ ആൾട്രേഷൻ മെമ്മോറാണ്ടം ഈസ് പ്രിപ്പയർഡ് ഇൻ ഫോം? ആൾട്രേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് ഏത് ഫോറത്തിലാണ്? ആൻസർ TA 8 എന്ന ഫോറത്തിലാണ് ആൾട്രേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. Question number 47. Column 6 of Treasury Bill Book in TR 74 is intended for? TR 74 ട്രഷറി ബിൽ ബുക്കിലെ 6ാം കോളത്തിൽ എന്ത് എഴുതാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താ? ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദ ഡ്രോയിങ് ഓഫീസർ. ഡ്രോയിങ് ഓഫീസറുടെ തീയതി വെച്ച ഒപ്പ് ആണ് TR 74 6ാം കോളത്തിൽ എഴുതേണ്ടത്. Question number 48. The objection raised by Treasury officer while pre-checking the bills shall be recorded in? ട്രഷറി ഓഫീസർ ബിൽ പരിശോധിച്ച് തടസ്സവാദം രേഖപ്പെടുത്തുന്നത് എവിടെയാണ് എന്നാണ്. ഇതിൽ കൊടുത്ത ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനുകൾ ദ ബിൽ, B വൈറ്റ് പേപ്പർ, C ഒബ്ജക്ഷൻ സ്ലിപ്പ് ഇൻ TR 2, D നണ്ണാണ്. പക്ഷേ ഇതൊന്നുമല്ല എന്നാണ് ആൻസർ. ഓപ്ഷൻ D ആണ് ആൻസർ. എന്താ കാരണം? കൗണ്ടർ ഫോയിൽ ഫോം ഉപയോഗിച്ചിട്ടാണ്, TR 73 പ്രകാരമുള്ള കൗണ്ടർ ഫോയിൽ ഫോം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ട്രഷറി ഓഫീസർ ബിൽ പരിശോധിച്ച് തടസ്സവാദം രേഖപ്പെടുത്തുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 49. ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് മീൻസ്. ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്നാൽ എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്താ? പേയ്മെൻറ്റ് ടു അനദർ ഹെഡ് ഓഫ് അക്കൗണ്ട്. മറ്റൊരു തലക്കെട്ടിലേക്കുള്ള പേയ്മെൻറ്റ് എന്നാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പേയ്മെൻറ്റ് ടു അനദർ ഹെഡ് ഓഫ് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് റെസിപ്റ്റ്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഓതറൈസ്ഡ് ഇൻ. വകുപ്പ് തലത്തിലുള്ള വരവ് ചെലവ് നേരിട്ട് വകയിരുത്തുന്നത് അധികാരപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിലേതാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? വിറ്റ്നസ് ഡാറ്റ കളക്റ്റഡ് എന്നാണ്. ആൻസർ വിറ്റ്നസ് ഡാറ്റ കളക്റ്റഡ്. Question number 51. The transfer of saving bank account will not be done in the month of. സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ അഥവാ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത മാസം ഏതാണ്? ആൻസർ ഏതാണ്? മാർച്ച് മാസത്തിലാണ് സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത മാസം എന്ന് മനസ്സിലാക്കുക. Question number 52. The Treasury daily balance sheet is maintained in form number. Treasury ഡെയിലി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഫോറം ഏതാണ് എന്നാണ്. ആൻസർ TR4. TR4ലാണ് ട്രഷറി ഡെയിലി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഫോറം. Question number 53. The accounts maintained by an officer should be reconciled with the treasury accounts periodically. എന്താണ്? ഒരു ഓഫീസർ പരിപാലിക്കുന്ന കണക്കുകൾ ട്രഷറിയിലെ കണക്കുമായി ഒത്തുനോക്കേണ്ട കാലാവധി എത്രയാണ്? ആൻസർ എന്താണ്? അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. മാസത്തിലൊരിക്കലാണ് ഒരു ഓഫീസർ പരിപാലിക്കുന്ന കണക്കുകൾ ട്രഷറിയിലെ കണക്കുമായി ഒത്തുനോക്കേണ്ട കാലാവധി. Question number 54. The hints on detecting counterfeit coins are explained in. കൃത്രിമ നാണയങ്ങൾ തിരിച്ചറിയുന്നതിനെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആൻസർ എന്താണ്? അപ്പൻഡിക്സ് 22ലാണ് കൃത്രിമ നാണയങ്ങൾ തിരിച്ചറിയുന്നതിനെ പറ്റി വിവരിച്ചിരിക്കുന്നത്. Question number 55. The return to be given to Accountant General due on a holiday may be sent. അക്കൗണ്ടൻറ്റ് ജനറലിന് നൽകേണ്ട ഒരു പത്രിക അവധി ദിവസമായാൽ യഥാർത്ഥത്തിൽ എന്ന് നൽകേണ്ടി വരും എന്നാണ്. ആൻസർ എന്താണ്? 1 day late. ഒരു ദിവസം വൈകി നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. ഇതിലൊരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻസർ എന്താണ്? ഒരു ദിവസം വൈകിട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. Question number 56. The Banking Companies Acquisition and Transfer Act came into force in the year. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്താണ്? അതിൻ്റെ ഏൽക്കുകയും കൈമാറുകയും എന്നാണ്. നിലവിൽ വന്ന വർഷം ഏതാണ് എന്നാണ്. ആൻസർ 1970. 1970 ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്ന വർഷം. Question number 57. Every disbursing officer of any civil pension shall report the death of a pensioner. പെൻഷൻ വിതരണ ഓഫീസർ ഒരു പെൻഷനറുടെ മരണത്തെ അറിയിക്കേണ്ടത് ആരെയാണ് എന്നാണ്. ആൻസർ എന്താണ്? അക്കൗണ്ടൻറ്റ് ജനറൽ. ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ. ഒരു അക്കൗണ്ടൻറ്റ് ജനറലെയാണ് ആര്? പെൻഷൻ വിതരണ ഓഫീസർ ഒരു പെൻഷനറുടെ മരണത്തെ അറിയിക്കേണ്ടത്. Question number 58. Statement of lapsed deposit in treasury can be destroyed after. കാലഹരണപ്പെട്ട നിക്ഷേപത്തിനെ സംബന്ധിച്ച പട്ടിക നശിപ്പിക്കേണ്ട കാലയളവ് ഏതാണ് എന്നാണ്.
ആൻസർ എന്താണ്? 20 years, 35 years, 15 years എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്, ഇതൊന്നുമല്ല എന്നാണ്. Question number 59. The currency chest of a treasury which transact through bank is kept in. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ട്രഷറിയിലെ നോട്ടുകളുടെ പെട്ടി സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? ആൻസർ ദ ബാങ്ക്. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ട്രഷറിയിലെ നോട്ടുകളുടെ പെട്ടി സൂക്ഷിക്കേണ്ടത് ബാങ്കിലാണ്. Question number 60. Payment of pension and SB transaction are conducted at the dash in both the banking treasury and non-banking treasury. ബാങ്കിങ് ട്രഷറികളിലും നോൺ ബാങ്കിങ് ട്രഷറികളിലും പെൻഷനും സേവിങ്സ് ബാങ്ക് പണമിടപാടുകളും നടക്കുന്നത് എവിടെയാണ്? ആൻസർ ട്രഷറി കൗണ്ടർ. ബാങ്കിങ് ട്രഷറികളിലും നോൺ ബാങ്കിങ് ട്രഷറികളിലും പെൻഷനും സേവിങ് ബാങ്ക് പണമിടപാടുകളും നടക്കുന്നത് ട്രഷറി കൗണ്ടറിലാണ്. ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.